തൊട്ടരികത്തുണ്ടായിരുന്നിട്ട് പോലും അന്നത്തെ ആ ദിനം ഗാഥയ്ക്കും ഉണ്ണിക്കും നേരിട്ട് കണ്ടുമുട്ടാൻ കഴിയില്ല. അവർ നേരിട്ട് കാണാൻ കഴിയാത്ത വിധത്തിൽ അകന്നു പോവുകയായിരുന്നു. എന്നാൽ ഗാഥ പിന്നീട് അദ്ദേഹത്തിനോടൊപ്പം പുറത്തേക്ക് പോവുകയായിരുന്നു. പോലീസിന്റെ കൺമുൻപിൽ നിന്ന് മാറി നിൽക്കാനും ഒറ്റയ്ക്കുള്ള ജീവിതം പറ്റാത്തത് കൊണ്ടും അദ്ദേഹത്തെ ഒരു അച്ഛനായി കണ്ട് ഗാഥ അയാൾക്കൊപ്പം പോയി. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഗാഥ അദ്ദേഹത്തിനോട് എല്ലാം തുറന്നു പറഞ്ഞു. ഉണ്ണിയെക്കുറിച്ചും ഉണ്ണിയെ കണ്ടെത്താൻ കഴിയാത്തതിനെ പറ്റിയും ഉണ്ണിയൊപ്പമില്ലാത്ത ജീവിതം തനിക്ക് വളരെയധികം ദുഃഖമാണെന്നും ഗാഥ തുറന്നു പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഉണ്ണിയെ കണ്ടെത്താൻ തീരുമാനിച്ചു. ബാംഗ്ലൂരിൽ കേസ് അന്വേഷണത്തിനായി എത്തിയ കേരള പോലീസിൽ പോലീസ് ഓഫീസേഴ്സിനെ അദ്ദേഹം അന്വേഷിച്ച് ഉണ്ണിയെ കണ്ടെത്തി. ഗാഥയ്ക്ക് ഉണ്ണിയുടെ നമ്പറെല്ലാം കൈമാറി. ധൈര്യമായി ഉണ്ണിയെ വിളിച്ചോളൂ, താൻ ഇവിടെ ഉണ്ടെന്നും തനിക്കൊപ്പം ഉണ്ടെന്നും പറയാൻ അദ്ദേഹം ഗാഥയോട് പറഞ്ഞു. അങ്ങനെ ഗാഥ ഉണ്ണിയെ വിളിക്കുകയാണ്. വർഷങ്ങൾക്കിപ്പുറം ഗാഥ ഉണ്ണിയോട് ഫോണിൽ സംസാരിച്ച് താൻ എവിടെയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ തൻ്റെ മകളെപ്പോലെ കണ്ട അദ്ദേഹം ഗാഥയെ ഉണ്ണിയുടെ അടുത്തേക്ക് എത്തിച്ചു. കേരളത്തിലാണ് ഗാഥ എത്തിയത്. അങ്ങനെ ഉണ്ണി ഗാഥയും കൂട്ടി തൻ്റെ അമ്മയുടെ അരികിലേക്ക് എത്തി. ഗാഥ തിരിച്ചെത്തിയ സന്തോഷ വാർത്ത ഉണ്ണി അമ്മയെ അറിയിച്ചു. അങ്ങനെ ഗാഥയും ഉണ്ണിയും ഒന്നിച്ചിരിക്കുകയാണ്. അവരുടെ കല്യാണം അമ്മ അമ്പലത്തിൽ വെച്ച് നടത്തി. പിന്നീട് അങ്ങോട്ട് സന്തോഷത്തിൻ്റെ ദിനങ്ങളായിരുന്നു ഗാഥയുടെയും ഉണ്ണിയുടെയും ജീവിതത്തിൽ. വർഷങ്ങൾക്ക് ശേഷം അവർക്കൊരു കുഞ്ഞു മകൾ പിറന്നു. മകളുമായി വളരെയധികം സന്തോഷകരമായ ജീവിതം നയിച്ചപ്പോഴാണ് ഉണ്ണിക്ക് വീണ്ടും ബാംഗ്ലൂരിലേക്ക് തന്നെ കേസ് അന്വേഷണവുമായി പോകേണ്ടതായി വന്നു. ഗാഥയെയും മകളെയും ഒപ്പം കൂട്ടി ഉണ്ണി വർഷങ്ങൾക്ക് ശേഷം ബാംഗ്ലൂരിൽ എത്തിയിരിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം ഗാഥയും ഉണ്ണിയും മകളും ബാംഗ്ലൂരിൽ തന്നെയാണ് ജീവിതം. വളരെയധികം സന്തോഷകരമായ ജീവിതം തന്നെയാണ് 3 പേരും ഒപ്പം ചേർന്ന് നയിക്കുന്നത്. ഉണ്ണിയുടെ അമ്മ ഇപ്പോഴും നാട്ടിൽ തന്നെയാണ്. വളരെയധികം സന്തോഷകരമായ ജീവിതത്തിലാണ് ഈ 3 പേരും മുമ്പോട്ട് പോകുന്നത്. ഈ 3 സുഹൃത്തുക്കളും ഇപ്പോഴും ഒന്നിച്ച് തന്നെയാണ്. വളരെയധികം സൗഹൃദപരമായി തന്നെ മുമ്പോട്ട് പോവുകയാണ്. ഉണ്ണിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ 2 പേരിൽ ഒരാൾ ഇപ്പോഴും വിവാഹം കഴിഞ്ഞ് അവിടെ തന്നെ വളരെ സന്തോഷകരമായി മുമ്പോട്ട് പോവുകയാണ്. അദ്ദേഹത്തിന് ഒരു മകനാണുള്ളത്. കൂട്ടുകാരിൽ അടുത്ത ആളും അവിടെ തന്നെയാണ് വിവാഹം കഴിഞ്ഞ് ജീവിക്കുന്നത്. ഇപ്പോഴും ബാംഗ്ലൂരിൽ തന്നെ ഉണ്ട്. 3 പേരുടെയും മക്കൾ തമ്മിൽ നല്ല സൗഹൃദത്തിലാണ്. 3 പേരും നല്ല സുഹൃത്തുക്കളാണ്. 3 സുഹൃത്തുക്കളുടെ മക്കൾ 3 പേരും നല്ല സുഹൃത്തുക്കളാണ്. ബാംഗ്ലൂരിൽ നല്ല അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. ഇവർ 3 പേരും നല്ല സുഹൃത്തുക്കളായി തന്നെ സന്തോഷകരമായും കുറുമ്പുമൊക്കെയായി തന്നെ മുമ്പോട്ട് പോവുകയാണ്. ഇവർ 3 പേരും വളരെയധികം സൗഹൃദത്തിൽ തന്നെയാണ് 3 പേരും പോകുന്നത്. ഇന്ന് ഗാഥയുടെയും ഉണ്ണിയുടെയും വിവാഹ വാർഷികമാണ്. അതെ, എല്ലാവരും ആഗ്രഹിച്ച ആ ദിനത്തിൻ്റെ വിവാഹ വാർഷികമാണ് ഇന്ന്. ബാംഗ്ലൂരിൽ വെച്ച് സുഹൃത്തുക്കളോടൊപ്പമാണ് ഇവർ വിവാഹ വാർഷികം ആഘോഷിക്കുന്നത്. സുഹൃത്തുക്കളെല്ലാവരും തന്നെ ബാംഗ്ലൂരിൽ എത്തിയിട്ടുണ്ട്.